ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ നമ്മുടെ മറ്റൊരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇൻട്രോ ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ സംഭവം? ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം എന്താ പറയുന്നത്, ഞാൻ ഇവിടുത്തെ ഫർണിച്ചറൊക്കെ ബെഡ്റൂമിലെ ചെറുതായിട്ട് മാറ്റിയെന്ന് ഞാൻ പറഞ്ഞ വീഡിയോ കാണിച്ചപ്പോൾ കുറച്ച് പേരെന്നോട് ചോദിച്ചു, ലിറ്റി ആ വീഡിയോ ഒന്ന് ആ ഫർണിച്ചർ ഒന്ന് കാണിക്കാവോ, മാറ്റിയ ഫർണിച്ചർ ഏതൊക്കെയാ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാവോ എന്ന്. സോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കാണിച്ചേക്കാം. ഞാനാണെങ്കിൽ ഇങ്ങനെ കണ്ടന്റ് ക്ഷാമമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ കണ്ടന്റ് ക്ഷാമമായിട്ട് വിഷമിച്ചിരുന്ന എൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ ചോദിച്ചത് അതൊന്ന് കാണിക്കാമോ എന്ന്. ഏത് ഫർണിച്ചർ? ഫർണിച്ചർ എന്നൊന്നും പറയാം, ഫർണിച്ചറിൻ്റെ കാറ്റഗറി പെടും, കട്ടിലും മേശയിലമാരി അങ്ങനെയൊക്കെ. സോ കാണാം നമുക്ക്. ഞാൻ എന്തൊക്കെയാണ് ബെഡ്റൂമിന് മാറ്റമൊന്നും വരുത്തിയില്ല ആക്ച്വലി, ജസ്റ്റ് കുറച്ച് ഫർണിച്ചർ ഒക്കെ ഒന്ന് മാറ്റി. പോവാം നമുക്ക് വീഡിയോയിലേക്ക്. കമോൺ. ആദ്യം തന്നെ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇങ്ങനെയാണ് കയറി വരുന്നത്. അപ്പോൾ ഈ ബെഡ് നമ്മൾ മാറ്റി. നിങ്ങൾ ഓർക്കുന്നില്ല ഈ ബെഡ്? ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയല്ലേ, മറ്റേ രാജാരവിവർമ്മയുടെ അല്ല, ടിപ്പു സുൽത്താൻ്റെ കട്ടിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ സാധനം അത് മാറ്റി. ഇപ്പം ഇതാണ് നമ്മുടെ കട്ടിൽ വരുന്നത്. ഈ ഒരു സാധനം ഒരു സിമ്പിൾ ആൻഡ് ഹംബിളപ്പൻ കട്ടിലിനെ ആക്കി. ഇത് അതിന് രണ്ട് സൈഡ് ടേബിളും ഒക്കെ സൈഡ് ടേബിളും ഒക്കെ ആയിട്ട് രണ്ട് കട്ടിലെന്ന്, സോറി, ഒരു കട്ടിൽ. ഇതാണ്. അപ്പോൾ നമ്മുടെ മുഖച്ഛായ തന്നെ മാറി ബെഡ്റൂമിന്. ഇതാണ് ബെഡ്റൂം. ഇഷ്ടപ്പെട്ടോ? ഇതിനകത്ത് ആവശ്യമില്ലാത്തൊരു സാധനമുണ്ട്, ഒരു ഡൈനിങ് ടേബിള്. അതിനെ മാറ്റാൻ ഞാൻ ജസ്റ്റോട് പറഞ്ഞിട്ടുണ്ട്, ക്ലിയർ ചെയ്യാനായിട്ട്, ആർക്കെങ്കിലും കൊടുക്കാനായിട്ട്. ആർക്കെങ്കിലും വേണേൽ അപ്രോച്ച് ചെയ്തു കേട്ടോ. ഒരു നല്ലൊരു ഡൈനിങ് ടേബിളാണ്, പൊട്ടിച്ചിട്ട് പോലും ഇല്ല. ഹോം സെൻറ്ററിൻ്റെ എന്താ പറയുന്നത്, എനിക്ക് തോന്നുന്നത് 6 ചെയറിൻ്റെ ഡൈനിങ് ടേബിളാണെന്ന് തോന്നുന്നു. ചെയർ നമ്മൾ യൂസ് ചെയ്തു, പിന്നെ ഉള്ളത് അതിൻ്റെ ഡൈനിങ് ടേബിളാണ്. അത് നമ്മുടെ ഡൈനിങ് ടേബിൾ നല്ലതായിട്ട് അത് യൂസ് ചെയ്യാൻ കിടക്കുന്ന കേട്ടോ, അത് പൊട്ടിക്കാതെ കിടക്കുന്ന. പിന്നെ പിന്നൊന്നും പറയില്ല. ഇത് അപ്പം ഞാൻ കാണിച്ചത് ഇതാണ്. ഇത് കണ്ടോ, ഈ സൈഡിലത്തെ ഡൈനിങ് ടേബിൾ, ഈ സൈഡിലത്തെ സൈഡ് ടേബിള്, അത് അവിടുത്തെ സൈഡ് ടേബിള്. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടിൽ. എനിക്ക് സത്യം ഈ കട്ടിൽ നമ്മുടെ പഴയ കട്ടിൽ മാറി പുതിയ കട്ടിൽ വന്നപ്പോൾ, മറ്റേത് ശരിക്കും ഒരു ടിപ്പു സുൽത്താൻ നിങ്ങൾ ഓർക്കുന്നില്ല, അവിടെ ഭയങ്കര ആർച്ചൊക്കെ വന്ന് വലിയൊരു കട്ടില്. ടിപ്പു സുൽത്താൻ്റെ കട്ടിൽ സ്പേസ് നോക്കുകയാണെങ്കിൽ ഇതും അതും സെയിം ആണ്. പക്ഷേ ആ കട്ടിലിൻ്റെ ഇതും എല്ലാം കൂടെ ആർച്ചും കുന്തവും ഒക്കെ മാറിയപ്പോഴത്തേനും കട്ടിൽ റൂമിന് നല്ല സ്പേഷ്യസ് ആയി റൂം, നല്ല വെട്ടവും വെളിച്ചമൊക്കെ വന്നു. അപ്പോൾ ഇത് ഇങ്ങനെ കട്ടിൽ വരുന്നു. അങ്ങനെയുള്ള കേട്ടോ ഈ എന്താ പറയുന്നത്, ഈ ഒരു എന്താ പറയുന്നത്, ഡ്രസ്സിങ് ടേബിള്. ഇതാണ് ആ ഡ്രസ്സിങ് ടേബിള്. നേരത്തെ ഡ്രസ്സിങ് ടേബിൾ അതിൻ്റെ സെറ്റായിരുന്നു, ഇതൊരു സെറ്റായിട്ട് വാങ്ങിച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡ്രസ്സിങ് ടേബിൾ വന്നു. ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഞാൻ പറഞ്ഞില്ലേ, പണ്ടത്തെ TV യൂണിറ്റ് ഞാൻ എടുത്തു കളഞ്ഞപ്പോൾ, ടി വി എടുത്തു കളഞ്ഞപ്പോൾ അതിൻ്റെ ആ യൂണിറ്റ് സാധനം ഇല്ലേ, അതവിടെ വന്ന ആ സ്റ്റാൻഡോ. ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് ടേബിൾ. ഇതാണ് ഞാൻ. പിന്നെ ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മിറർ ഓപ്പൺ ആക്കിയാലും ഇതുണ്ടോ, ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നന്നായിട്ട്. എൻ്റെ ആക്രി സാധനങ്ങളെല്ലാം അതിനകത്തുണ്ട്. നിങ്ങളാരും ക്ലോസ് ആയിട്ട് വീക്ഷിക്കരുത്, ഞെട്ടിപ്പോവും. ഇതൊക്കെ എൻ്റെ മേക്കപ്പ് ബാഗുകളാണ്. എൻ്റെ മേക്കപ്പ് ബാഗ് എൻ്റെ ലിപ്സ്റ്റിക്കുകൾ, സാധനങ്ങൾ, പിന്നെ എൻ്റെ എന്താ പറയുന്നത്, എൻ്റെ സീറംസ്, എല്ലാ സാധനവും, ഹൈഡ്രേറ്റിംഗ് ടോണർ തൊട്ട് സൺസ്ക്രീൻ തൊട്ട് എല്ലാ സാധനങ്ങളും, പിന്നെ ഡിയോഡൻറ്റ് ഒക്കെ. ഇതാണ് സ്റ്റോറേജ് സ്പേസ്. അപ്പോൾ ഇതങ്ങ് അടയ്ക്കുവാണെങ്കിൽ നമുക്കങ്ങനെ വൃത്തികേടായിട്ട് ഇരിക്കുകയില്ല, നല്ല ഭംഗിക്ക് വരികയല്ലേ. കണ്ടോ? അപ്പോൾ നമ്മളിങ്ങനെ വരുന്നു. ബെഡ്റൂം കണ്ടോ, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അപ്പോൾ സൈഡ് ടേബിളൊക്കെ വന്നപ്പോൾ, നേരത്തെ നമ്മുടെ മിറർ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു മിറർ സ്റ്റാൻഡ് ആയിരുന്നേ. മിറർ സ്റ്റാൻഡ് അല്ല, ഡ്രസ്സിങ് ടേബിൾ. അത് അവിടെ നിന്ന് മാറ്റിയപ്പോൾ തന്നെ അവിടെ നല്ല സ്പേസ് വന്നു, നല്ല സുഖമുണ്ട്, നല്ല വെതർ, നല്ല ആൽക്കഹോളിക് വെതർ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം സെറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വരുന്നത് വാർഡ്രോബ്. ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റേത് ഭയങ്കര വലിയൊരു വാർഡ്രോബായിരുന്നു. കുറേ സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ ഒതുങ്ങി. നമ്മുടെ ബെഡ്റൂം സിമ്പിൾ, ഹമ്പിൾ. ഒന്നും ഞാൻ നിങ്ങളെ തുറന്ന് കാണിച്ച് നിങ്ങളെ ബോധം കെടുത്തുന്നില്ല. ഇത് ഇങ്ങനെയാണ് എൻ്റെ സെറ്റിങ്സ്, സാധനങ്ങളൊക്കെ പോയേക്കുന്നത്. അന്ന് ഞാൻ സാധനമൊക്കെ അടുക്കി വെച്ചപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ എല്ലാം. ഇങ്ങനെയാണ് വാർഡ്രോബ് വന്നേക്കുന്നത്. നമ്മുടെ ബെഡ്റൂമിനോട് ബൈ ബൈ പറഞ്ഞ് അടുത്ത റൂമിൽ ജേഡുക്കുട്ടൻ്റെ ബെഡ്റൂമാണ്. ജേഡുക്കുട്ടൻ്റെ ബെഡ്റൂമിൽ ആകെ മാറ്റം വരുത്തിയത്, ഒന്നും മാറ്റം വരുത്തില്ല. ഈ കട്ടിൽ നേരത്തെ ഇവിടെ തന്നെ കിടന്നൊരു കട്ടിലാണ്. ജേഡുവിൻ്റെ ഇതധികം പഴക്കമൊന്നുമില്ല, 1 വർഷം ഒക്കെ ആയതുള്ളൂ ഈ ഒരു ബെഡ് വാങ്ങിച്ചിട്ട്, ഈ ബങ്ക് ബെഡ് വാങ്ങിച്ചിട്ട്. ഇത് പാൻ ഹോംസിൽ നിന്ന്
ഹോം സെൻറ്റർ ആണോ? പാൻ ഹോംസിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. നമ്മുടേത് ഹോം ബോക്സിൽ നിന്ന് വാങ്ങിച്ചത് നമ്മുടേത്. പിന്നെ മാറ്റം വരുത്തത് ഈ ഒരു സാധനം ജേഡുവിൻ്റെ സ്റ്റഡി റൂമിൽ ഇത് കണ്ട് ഇങ്ങനെ ഒരു ട്രെഡ്മില്ല് കിടപ്പുണ്ട്. അതിപ്പോൾ ഈ റൂമിലോട്ട് മാറ്റി. നേരത്തെ ഈ റൂമിൽ തന്നെ ആയിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനൊരു ബുക്ക് ഷെൽഫ് പോലെ ജേഡുവിൻ്റെ ജേഡുവിൻ്റെ ബുക്സ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു ബുക്ക് ഷെൽഫ് വാങ്ങിച്ചു. പക്ഷെ നല്ല ഭംഗിയില്ലേ, ഉണ്ടോ, കുറേ ബുക്സ് വെക്കാം. ബാക്കി ലിവിങ് റൂമിലാണ് ഇരിക്കുന്നത്. ഇവന് അത്യാവശ്യം ഇവൻ്റെ കുഞ്ഞു കുഞ്ഞു സ്റ്റോറി ബുക്സ്, അവൻ്റെ സാധനങ്ങളൊക്കെ. പിന്നെ ഇതാണ് ജേഡുവിൻ്റെ സ്റ്റഡി ടേബിള്. സ്റ്റഡി ഒന്നും ഇല്ലെങ്കിലും ടേബിളുണ്ട്. സ്റ്റഡി ഒന്നും നടക്കുന്നില്ലെങ്കിലും ടേബിൾ വെച്ചിട്ടുണ്ട് കാര്യമായിട്ട് കേട്ടോ. ഇത് ഒരു ചെയറും ഉണ്ട്. നേരത്തെ സ്റ്റഡി ടേബിൾ അവൻ്റെ അമിതമായ പഠിത്തം കാരണം അവൻ തന്നെ തല്ലി ഒടിച്ചു. അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചാണ് ഇത് അതിൻ്റെ കൂടെ അതെല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങിച്ചാൽ കേട്ടോ. അങ്ങനെ ഒരു സ്റ്റഡി ടേബിളും കൂടെ വാങ്ങിച്ചു. പക്ഷെ നല്ല ഭംഗിയില്ലേ, ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഡ്രൈവാണ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് ഒക്കെ വന്നിട്ടൊരു സ്റ്റഡി ടേബിൾ. ഇതാണ് ഞാൻ സ്വപ്നം കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ എഡിറ്റിംഗ് ഒക്കെ ഞാനും ഇവിടെ വന്നാണ് ചെയ്യുന്നത്. രസമല്ലേ ഇവിടെ വന്നിരിക്കാനായിട്ട്. ജേഡുവിൻ്റെ റൂമിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ ഇതൊക്കെയാണ്. അന്ന് ഞാൻ ഹോം ടൂർ ചെയ്തപ്പോൾ നിങ്ങളെ കാണിച്ചില്ല. അതുകൊണ്ട് പിന്നെ ഹോം ടൂർ കാണിച്ചുകൊണ്ട് ചെയ്തപ്പം ഈ റൂമൊക്കെ നിങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. പിന്നെ ഇവിടെ ഒരു പഴയ കബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ ജേഡുവിൻ്റെ റൂമിൽ. ഇതായിരുന്നു ജേഡുവിൻ്റെ കബോർഡ്. ഒരു പണ്ടത്തെ കബോർഡായിരുന്നു ഈ ഒരു വാർഡ്ബോർഡ്. അത് മാറ്റിയില്ല. അതിൻ്റെ കൂടെ ഈ ഒരു സാധനം കൂടെ വെച്ചു. വാർഡ്രോബ് ജേഡുവിൻ്റെ റൂമിലെ ഒരു വൈറ്റ് തീം. കാരണം ജേഡുവിൻ്റെ കട്ടിൽ വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ജേഡുവിൻ്റെ വാർഡ്രോബും വൈറ്റ് ആക്കി, വൈറ്റ് കളർ കൊടുത്തു. നല്ല ഭംഗി. ഞാൻ പറയുന്നതൊക്കെ കണ്ട മറ്റേ ഹോം ടൂറിനകത്തൊക്കെ ആൾക്കാർ വന്നല്ലോ ഒരു വൈറ്റ് തീം കൊടുത്തു എന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല കേട്ടോ, കൊടുത്തൊന്നുമല്ല, വൈറ്റ് കളറിൽ ഒരെണ്ണം വാങ്ങിച്ചു. ഇതാണ് ജേഡുക്കുട്ടൻ്റെ. ഇതിന് നല്ല മിററൊക്കെ വന്നിട്ട് നല്ല സെറ്റപ്പ്. മറ്റേത് ഈ കബോർഡ് നിറച്ച് നമ്മുടെ ആക്രി സാധനങ്ങളല്ലേ കിച്ചണിലോട്ട്. ഇത് നമ്മുടെ അയൺ സ്റ്റാൻഡ് ആ കോർണറിൽ വെച്ചു, സ്പേസ് അങ്ങ് കവർ ചെയ്തു. ഇതിനകത്ത് കിച്ചണിലോട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, നമ്മുടെ ടിഷ്യൂ സാധനങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു കൊച്ചിന് നല്ല എന്താ പറയുക, ഇച്ചിരി വൃത്തിക്കും മെനയ്ക്കും ഒക്കെ ഒരു കബോർഡ് ഇരുന്നോട്ടെന്ന്. ഇത് വൃത്തിക്കും മെനയ്ക്കും ഒന്നും കീപ്പ് ചെയ്യല്ലേ. ഇതുണ്ടോ ചോക്ലേറ്റ് എന്നിട്ട് കവർ ഇട്ടേക്കുന്ന കുരുത്തം കേട്ടവൻ. ഇതാണ് ജേഡുവിൻ്റെ കബോർഡ്. ഡ്രസ്സുകളൊക്കെ ആയിട്ട്, നെയ്റ്റിടുന്ന ഡ്രസ്സ്, പുറത്തിടുന്ന ഡ്രസ്സ്, അങ്ങനെയൊക്കെ. എനിക്കിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കണ്ടോ, മിറർ. നല്ല അടിപൊളി മിററാണ്. ഇതാകുമ്പോൾ എനിക്കിപ്പോൾ സൗകര്യമുണ്ട്. അവരപ്പുറത്തെ റൂമിൽ കിടന്ന് ഉറങ്ങുവാണേലും എനിക്കിവിടെ വന്നിരുന്നങ്ങ് ഡ്രസ്സ് ചെയ്യാം. അതിനകത്ത് ഞാൻ കുറച്ച് എൻ്റെ സാരിയും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ജേഡുവിൻ്റെ ജാക്കറ്റ്, ജേഡുവിൻ്റെ സ്യൂട്ട്, അങ്ങനത്തെ സാധനം, കുറച്ച് ജേഡുവിൻ്റെ ടവൽസ്, ജേഡുവിൻ്റെ ഇന്നേഴ്സ്, അങ്ങനെ എല്ലാമായിട്ട് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ജേഡുവിന്. എന്ത് വേണേലും ചെയ്യാം. മുറി അധികം വൃത്തികേടാകുകയില്ല. ജേഡുവിൻ്റെ ബെഡ്, ജേഡുവിൻ്റെ ആക്രൂക്രി സാധനങ്ങളെല്ലാം വന്നിട്ട് വാർഡ്രോബ് ഇവിടെ ഇങ്ങനെ വരും. ഇതാണ് ജേഡുക്കുട്ടൻ. ടീം ബാഗ് ഉണ്ട് അവിടെ. ഈ സൈഡിൽ സ്റ്റഡി ടേബിളും അവൻ്റെ എന്താ പറയുക ബെഡ് കഴിഞ്ഞിട്ട് അവൻ്റെ സ്റ്റോറി ബുക്സും അവൻ്റെ റൂം. ഇപ്പം അവൻ ഇവിടാണ് ഫുൾ. ഇതാണ് ഞങ്ങളുടെ പുതിയ എന്താ പറയുന്നത് സെറ്റിങ്സ്. ഇത്രയൊക്കെയാണ് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചത്, സെറ്റ് ചെയ്ത്. ഇത്രയൊക്കെ ഉള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്ര സാധനങ്ങളെ ഞാൻ വാങ്ങിച്ചുള്ളൂ. ഓക്കെ, ചെറിയൊരു മാറ്റം, ഒത്തിരി ഒന്നും വലുതായിട്ടൊന്നും വാങ്ങിച്ചൊന്നുമില്ല. ഇതെല്ലാം കൂടി എനിക്ക് തോന്നുന്നു ഒരു 4,000-5,000 ദിറംസ്. അത് ഈ ബെഡിന് തന്നെയാണോ? സോറി കേട്ടോ, ഞാൻ ജസ്റ്റ് കൂടി ചോദിച്ചാൽ വേണേൽ കമൻറ്റിൽ ഇട്ടേക്കാം. ഈ സാധനങ്ങളെല്ലാം തന്നെ വാങ്ങിച്ചത് നമ്മൾ ഹോം ബോക്സിൽ നിന്നാണ് കേട്ടോ. ഹോം സെൻറ്ററിന് തന്നെ ഹോം ബോക്സിൽ നിന്നാണ് വാങ്ങിച്ചത്. അവൻ്റെ ബെഡ് മാത്രം അത് ഈ കൊടുത്ത് വാങ്ങിച്ചതല്ലല്ലോ. അപ്പോൾ ഇതിന് എത്രയാണ് മൊത്തം കൂടെ പ്രൈസ് വന്ന് എനിക്ക് തോന്നേ, അത് ഞാൻ ജസ്റ്റ് കൂടി ചോദിച്ചിട്ട് പിന്നെ കമൻറ്റിൽ പറയാം കേട്ടോ. മൊത്തം ഞാൻ മറന്നു. എനിക്ക് തോന്നുന്നു 4,000 സംതിങ് ആണെന്ന് തോന്നുന്നു. അതോ ഈ ബെഡ്റൂമിലെ സെറ്റ് മാത്രമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ചിലപ്പോൾ അതായിരിക്കും. ജേഡുവിൻ്റെ സ്റ്റഡി ടേബിളും വാർഡ്ബോർഡും അത് വേറെ ആയിരിക്കും. ചോദിച്ചിട്ട് ഞാൻ പറയാം. ഞാനിങ്ങനെ സാമ്പത്തിക കാര്യങ്ങളൊന്നും അന്യൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടാറില്ല. അന്യൻ്റെ കാര്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബെഡ്റൂം സെറ്റിങ്സ്, നമ്മുടെ പുതിയ ഫർണിച്ചർ അറേഞ്ച്മെന്റ്സ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വേറെ ആരണ്ട് ഏതോ വീഡിയോ ഉണ്ടോ പറഞ്ഞു പഴയ ഫർണിച്ചർ സെറ്റ് ആയിരുന്നു ലിറ്റി നല്ലത്, ഞങ്ങൾക്ക് അതാ ഇഷ്ടപ്പെട്ടതെന്ന്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. എനിക്കുണ്ടല്ലോ ഈ ഡാർക്ക് കളറിനോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് ഇങ്ങനത്തെ ലൈറ്റ് കളർ, വൈറ്റ് കളർ, അങ്ങനത്തെയൊക്കെ ഇഷ്ടം. ഞാൻ ജസ്റ്റ് പറഞ്ഞു നാട്ടിൽ പോയി ഒരു പുതിയ വീട് വെക്കുമ്പോൾ എല്ലാം വൈറ്റ് ആയിരിക്കണം, തൂത്തി അങ്ങ് മരിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് ഇങ്ങനത്തെ ലൈറ്റ് കളർ അല്ലാത്ത ഡാർക്ക് കളറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട്, ഈവൻ ബെഡ്ഷീറ്റ് വരെയും എനിക്കിങ്ങനെ ഫ്ലോറൽ ഡിസൈൻ ഇഷ്ടമാണ്. പക്ഷെ എന്നിട്ട് അതിൽ വൈറ്റ് തീമുള്ള
ബെഡ്ഷീറ്റുകൾ സംഭവങ്ങളൊക്കെ ഇഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ വെച്ച് നീട്ടുന്നില്ല സുഹൃത്തുക്കളെ. എൻ്റെ പ്രസംഗം ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ പേര് ഓർമ്മയുണ്ടല്ലോ, ഇത് ഇവിടെ ഞാനൊരു സാധനം ആദ്യമേ കാണിച്ചായിരുന്നു, സബ്സ്ക്രൈബ് ബട്ടൺ. അത് നിങ്ങൾക്ക് ഞെക്കാൻ വേണ്ടി ഞാൻ വെച്ചേക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എഗെയിൻ ഞാൻ ഓർപ്പിക്കുന്നു, നിങ്ങളത് ഞെക്കൂ, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. യൂട്യൂബിലും എന്താ പറയുക, അല്ല ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് അല്ല ഫോളോവേഴ്സ് ഉണ്ട്. യൂട്യൂബുകാരൊക്കെ എന്ത് പറ്റി? നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നെ അറിയാൻ പറ്റിയിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഒരിക്കൽ കൂടി. അപ്പോൾ ശരി, എന്നാൽ അധികം വെച്ച് നീട്ടുന്നില്ല. കുഞ്ഞൊരു ഹോം ടൂർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ച. നിങ്ങൾ ചോദിച്ചോണ്ടോട്ടെ, ഇതിൻ്റെ പേരിൽ എന്നെ എയറിലൊന്നും കയറ്റി വിട്ടേക്കരുത്. നേരമില്ല എനിക്ക് എയറിൽ പോകാനായിട്ട്. അപ്പോൾ ശരി, എന്നാൽ പോയിച്ച് വരാം.